11-ാമത്തെ ഭാഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലാതെ ലോകത്താർക്കാണ് സിഹിർ സംഭവിച്ചിട്ടുള്ളത്? സിഹിർ എന്ന് പറയുന്നത് ഇത്രമേൽ വിശദീകരിച്ച് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് സിഹിർ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് എങ്കിലും പറയാൻ കഴിയേണ്ടതുണ്ടല്ലോ. അത് കഴിയില്ല. കാരണം സിഹിർ ബാധിച്ചു ഉറപ്പിക്കുന്ന വഹയി വേണം. നബിക്ക് സിഹിർ ബാധിച്ചു, വഹയി വന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു വേറൊരാളെ പറ്റും വഹയില്ല, അതുകൊണ്ട് പറയാൻ കഴിയില്ല. ഇന്ന് വഹയി വരുമായിരുന്നുവെങ്കിൽ ജാബിർ റഹ്മാനിക്ക് സിഹിർ ബാധിച്ചു, പക്ഷെ വന്നുകൂടായില്ല. അത് വരാത്തോളം നമുക്ക് പറയാൻ നിവൃത്തില്ല. അല്ലാഹു അലം. കെ എം മൗലവി ഫത്വയിൽ പറഞ്ഞു സിഹിർ മാരണം ബാധിച്ചുവെന്ന് വിചാരിക്കപ്പെടാനേ കഴിയുള്ളൂ എന്ന്, ഉറപ്പിക്കാൻ കഴിയില്ല. വിചാരിക്കാനേ കഴിയുള്ളൂ, ഉറപ്പിക്കാൻ നിർവാഹമില്ല. 12-ാമത്തെ ചോദ്യം, പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഖുർആൻ എങ്കിൽ വിഷമഘട്ടത്തിൽ യാ ഇബാദ വെച്ച് നിങ്ങൾ അമൽ ചെയ്യുമോ? ഇല്ല. വിഷമഘട്ടത്തിലും ചെയ്യൂല, അല്ലാത്ത ഘട്ടത്തിലും ചെയ്യൂല. ഏത് ഘട്ടത്തിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇന്നലത്തെ പ്രഖ്യാപന പ്രകാരം അതിന് മലക്കും ഒഴിവില്ല, മനുഷ്യനും ഒഴിവില്ല, ജിന്നും ഒഴിവില്ല, ആരും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് പുതിയ വെളിപാട്.